ഓൺലൈൻ തട്ടിപ്പുകൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഡിജിറ്റൽ അറസ്റ്റ് തുടങ്ങിയ പല രൂപങ്ങളിൽ വ്യത്യസ്തമായ തട്ടിപ്പുകളുമായി ഓൺലൈൻ ലോകത്ത് നിരവധി ചതിക്കുഴികളാണുള്ളത്. തട്ടിപ്പിനിരയാകാതിരിക്കാൻ സ്വയം ജാഗ്രത പാലിക്കുകയാണ് ചെയ്യേണ്ടത്. പ്രായമായവരെയും ഡിജിറ്റൽ കാര്യങ്ങളിൽ അവഗാഹം കുറവുള്ളവരെയും ലക്ഷ്യമിട്ടാണ് ഇത്തരം തട്ടിപ്പു സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. തട്ടിപ്പിനിരയായി പണം നഷ്ടപ്പെട്ടാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. തട്ടിപ്പിനിരയായി എന്ന് മനസ്സിലായാൽ ഉടൻ തന്നെ വിവരം റിപ്പോർട്ട് ചെയ്യണം. അതിന് ആദ്യമായി ബാങ്കുമായി ബന്ധപ്പെടണം. ഇടപാട് വിശദാംശങ്ങൾ, ഇമെയിലുകൾ അല്ലെങ്കിൽ SMS സന്ദേശങ്ങൾ പോലുള്ള പ്രസക്തമായ എല്ലാ വിവരങ്ങളും തെളിവുകളും ബാങ്കിന് നൽകേണ്ടതുണ്ട്. തുടർന്ന് ബാങ്ക് അക്കൗണ്ടുകൾ, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ എന്നിവ ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ട്. ഇത് നിങ്ങളുടെ വിവരങ്ങൾ ഉപയോഗിച്ച് അക്കൗണ്ട് ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ സാധിക്കും. ആധാർ ലോഗ് ചെയ്യുന്നതും സുരക്ഷാ മുൻകരുതലാണ്. അതോടൊപ്പം തന്നെ സൈബർ ക്രൈം സെല്ലിൽ പരാതി നൽകുക എന്നതും ഉടൻ തന്നെ ചെയ്യേണ്ടതാണ്. ബാങ്ക് രേഖകൾ ഉൾപ്പെടെ പരാതി രജിസ്റ്റർ ചെയ്യണം. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലും പരാതി നൽകാവുന്നതാണ്. ഇനിയും തട്ടിപ്പിനിരയാകാമെന്ന ഭയത്താൽ തട്ടിപ്പുകാർ പങ്കിട്ട മെസ്സേജുകളും ഫയലുകളും ഡിലീറ്റ് ചെയ്യുകയാണ് പലരും ചെയ്യുക. ഇത് അബദ്ധമാണ്. ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അതിനാൽ തെളിവുകളെല്ലാം സൂക്ഷിക്കുക. അന്വേഷണത്തിന് ഈ രേഖകളെല്ലാം നിർണായകമാണ്. തട്ടിപ്പിന് ഇരയാകാതിരിക്കുവാൻ നാം സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട പ്രതിരോധങ്ങളിലൊന്നാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുക എന്നത്. കൃത്യമായ ഇടവേളകളിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുന്നതിലൂടെ സംശയാസ്പദമായ ഇടപാടുകൾ അക്കൗണ്ടിൽ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. 2 ഫാക്ടർ ഓതന്റിഫിക്കേഷൻ എനേബിൾ ചെയ്തിടുകയെന്നത് മറ്റൊരു സുരക്ഷാ മുൻകരുതലാണ്. നിങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ഇത് ഉപകാരപ്പെടും. ബാങ്ക് അക്കൗണ്ടുകൾ, മറ്റ് ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിൽ 2 ഫാക്ടർ ഓതന്റിഫിക്കേഷൻ പ്രവർത്തനക്ഷമമാക്കേണ്ടതുണ്ട്. സമൂഹ മാധ്യമങ്ങളെ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കേണ്ടത് ഏറെ അനിവാര്യമാണ്. ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ പതിയിരിക്കുന്ന അപകടങ്ങളിൽ നിന്നും രക്ഷ നേടാം.